ഹായ് മക്കളെ, ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സാമാണ് ജെഇ എക്സാം. കുറേ കുട്ടികൾ എഴുതുന്ന എക്സാമാണ്. ഏറ്റവും നല്ല പോലെ കോമ്പറ്റീഷനുള്ളൊരു എക്സാമാണ് നമ്മുടെ ജെഇ എക്സാം. അപ്പോൾ ഇത്രയും നല്ല ടൈറ്റ് ആയിട്ടുള്ള ഈ എക്സാം നമ്മൾ ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല സിസ്റ്റമാറ്റിക് പ്ലാനിലൂടെ മക്കൾ കടന്നു പോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ചുമ്മാ നമ്മൾ എന്തെങ്കിലും പഠിക്കുക എന്നല്ല, പ്ലസ് വൺ പ്ലസ് ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും എന്തെങ്കിലും ചെയ്തിട്ട് പഠിക്കലല്ല. ഏത് ടോപ്പിക്ക് കൂടുതലായിട്ട് പഠിക്കണം, ഏത് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് റെഫർ ചെയ്യണം, ഏത് ബുക്ക് കൂടുതലായിട്ട് നോക്കണം എന്നുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് നല്ല ഒരു അറിവ് വേണം. അപ്പം ആ ഒരു സിസ്റ്റമാറ്റിക് ആയ പ്ലാനാണ് ആക്ച്വലി നിങ്ങൾക്ക് ധീര ജെഇ പ്രോഗ്രാമിലൂടെ എന്ത് ചെയ്യുന്നത് ലഭിക്കുന്നത്. അപ്പം ഇവിടുത്തെ ഫീച്ചേഴ്സ് എടുത്തു പറയുകയാണെങ്കിൽ ഏറ്റവും നമ്പർ 1 ഫീച്ചറാണെന്ത് ഇവിടുത്തെ ഫാക്കൽറ്റി ലൈനപ്പ്. അത്രയും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എക്സ്പേർട്ട് ഫാക്കൽറ്റി ലൈനപ്പിൻ്റെ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് ഡെയിലി എന്തെങ്കിലും കിട്ടും. ഇനി ആ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലൈവ് ക്ലാസ്സിലൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീർക്കാൻ പറ്റും. ഇനി വല്ല എക്സ്ട്രാ ക്വസ്റ്റ്യൻസും പിന്നെ അതിലുള്ള കൺസെപ്റ്റ് വീണ്ടും നിങ്ങൾക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഓൾറെഡി ഈ ടീച്ചേഴ്സ് എടുത്ത് വെച്ചിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെഫറൻസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഓൾറെഡി നിങ്ങളൊരു ലൈവ് ക്ലാസ് കാണുന്നു, പിന്നെ ലൈവ് ക്ലാസ്സിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലൈവ് ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് തീർക്കാം. ഇനി അതിന് പുറമേ നിങ്ങൾക്ക് കുറച്ചും കൂടി കണ്ടന്റ് കൂടുതലായിട്ട് കുറച്ചും കൂടി കൺസെപ്റ്റ് ക്ലിയർ ആക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും കണ്ട് അത് കൂടുതലായിട്ട് കൺസെപ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, റെഡിയാക്കാൻ പറ്റും. അടുത്തത്, ഏതൊരു കോമ്പീറ്റ് ആയിട്ടുള്ള എക്സാം നിങ്ങൾ എഴുതണം എന്നുണ്ടെങ്കിലും നമുക്ക് റെഫറൻസ് വളരെ ഇമ്പോർട്ടൻസ് അല്ലേ, ഏതൊക്കെ ബുക്ക് നോക്കണം എന്നൊക്കെ. പക്ഷെ അതിലൊന്നും നിങ്ങൾ യാതൊരു ടെൻഷനും അടിക്കേണ്ട കാര്യമില്ല. കാരണം അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഈ PYQ ക്വസ്റ്റ്യൻസ് ഒക്കെ അനാലിസിസ് നടത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ മെറ്റീരിയൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ മെറ്റീരിയലോട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് PYQ ക്വസ്റ്റ്യൻസ് കിട്ടും, ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും. ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ബുക്ക് റെഫർ ചെയ്താൽ എന്തെങ്കിലും കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ഇനി വേറെ ബുക്ക് പോയിട്ട് എന്ത് ചെയ്യേണ്ട, റെഫർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ അതിനുശേഷം നിങ്ങളൊരു ടോപ്പിക്ക്, ഫോർ എക്സാമ്പിൾ തെർമോഡൈനാമിക്സ് എല്ലാം പഠിച്ചു തീർന്നു, ഈ മെറ്റീരിയലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞു, ലൈവ് ക്ലാസ് എല്ലാം കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എക്സാമിൻ്റെ തലേന്ന് ഒരു ക്വിക്കായിട്ട് റിവിഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് റെഫർ ചെയ്യാം, മൈൻഡ് മാപ്പ് എന്ത് ചെയ്യാം, റെഫർ ചെയ്യാം. ഈ മൈൻഡ് മാപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു എൻറ്റയർ ടോപ്പിക്, ഒരു എൻറ്റയർ ചാപ്റ്റർ കുറച്ചും കൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ടുള്ള അതിലുള്ള ഏറ്റവും ബേസിക് ഫോർമുലാസും കാര്യങ്ങളൊക്കെ, അതിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കൊക്കെ എന്ത് ചെയ്യും, സ്ട്രെസ് ചെയ്ത് കൊടുത്തുള്ള കുറച്ച് പോയിന്റുകളാണ്. അത് നിങ്ങൾക്ക് എക്സാമിൻ്റെ തലേന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു മൈൻഡ് മാപ്പിലൂടെ ഫുൾ ടോപ്പിക് എന്ത് ചെയ്യാൻ പറ്റും, റിവിഷൻ ചെയ്ത് തീർക്കാൻ പറ്റും. അടുത്തൊരു മെയിൻ ഫീച്ചറാണെന്ത്, ഏതൊരു എക്സാമിനും നമ്മൾ എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വേണ്ടേ, നമ്മളെ കറക്റ്റ് ഇവാലുവേറ്റ് ചെയ്യണം. നമ്മൾ ഏതുവരെ എത്തിയിട്ടുണ്ട്, നമുക്ക് ഇനി എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ കറക്റ്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താ, നമ്മൾ എക്സാം എഴുതി പഠിക്കുകയാണ്. ഒരു കോമ്പീറ്റ് എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ അത് നല്ല സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എക്സാം എഴുതി പഠിക്കണം. ആ എക്സാമിലൂടെ നമുക്ക് നല്ല പോലെ എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സൈലം പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 എക്സാമാണ്, ഒന്ന് GIB ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ, മറ്റൊന്ന് AITS ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസ്. ഈ GIBയിലൂടെയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ആക്ച്വലി ഈ കേരളത്തിലുള്ള എല്ലാ കുട്ടികളുമായിട്ടും, അതേപോലെ AITSലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ആക്ച്വലി ഇന്ത്യയിലുള്ള എല്ലാ കുട്ടികളുമായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോമ്പീറ്റ് ചെയ്തിട്ട് മെയിൻ ജെഇ എക്സാം എഴുതുന്നതിന് മുമ്പേ ഒരു മിനി ജെഇ ടൈപ്പ് എക്സാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സാമിലൂടെ എഴുതി പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണെന്ത്, നിങ്ങൾ ലൈവ് ക്ലാസ് കണ്ടു, കുറേ ഡൗട്ടൊക്കെ ക്ലാരിഫൈ ചെയ്തു, പിന്നെ നിങ്ങൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ ഡൗട്ട് വീണ്ടും വരാം. ആ ഡൗട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്പിൽ നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, AI ഗുരു എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗട്ട് അവരോട് ചോദിക്കാം, അവരെന്ത് ചെയ്യും, റിപ്ലൈ ആയിട്ട് നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ക്ലിയർ ചെയ്ത് തരും. അതിന് കൂടെ തന്നെ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വേണമെന്ന് വിചാരിക്കും. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി, 5 ഇയർ ജെഇ PYQ ക്വസ്റ്റ്യൻസ് ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ ആ 5 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ മുന്നിലോട്ട് എന്ത് ചെയ്യും, വരും. അപ്പോൾ ആ കാര്യം നിങ്ങൾ വളരെ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫീൽ ചെയ്യാം. അടുത്ത കാര്യം, ഇൻഫിനിറ്റ് പ്രാക്ടീസ് പ്രോബ്ലം. അതെന്താണെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു മീഡിയം ലെവലിൽ ഒരു സ്റ്റുഡൻ്റാണെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആദ്യം തന്നെ ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. മീഡിയം ലെവലുണ്ടാവും, ഈസി ലെവലുണ്ടാവും, മീഡിയം ലെവലുണ്ടാവും, ഡിഫിക്കൽട്ട് ലെവലുണ്ടാവും. അപ്പോൾ ആദ്യം നിങ്ങൾ ഈസി ചെയ്യുന്നു, പിന്നെ അതൊക്കെ ക്ലാരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്തായാലും മീഡിയത്തിലോട്ട് പോകാം. അവസാനം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മീഡിയം ലെവലോ എല്ലാം നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിഫിക്കൽട്ട് ലെവൽ പ്രോബ്ലംസ് ഒക്കെ എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ മീഡിയത്തിൽ നിന്നും ഡിഫിക്കൽട്ടോട്ട് പോയി നമുക്ക് നല്ല അടിപൊളിയായിട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ആപ്പിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലഭിക്കുന്നുണ്ട്. ഇത്രയും ഫീച്ചേഴ്സിലൂടെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു നെക്സ്റ്റ് ഇയറിലുള്ള പ്രോഗ്രാമിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, കടന്നു പോവുക. അതുകൊണ്ട് തന്നെ എത്രത്തോളം പെട്ടെന്ന് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നുണ്ടോ അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ കൂടുതലായിട്ട് പഠിക്കാൻ പറ്റും. കാരണം സമയം വളരെ കുറവാണ്. ജെഇ എക്സാം ആയതുകൊണ്ട് തന്നെ ജാനുവരി 1 ഏകദേശം ജാനുവരി മന്തിലായിരിക്കും ഫസ്റ്റ് ജെഇ മെയിൻസ് ഫേസ് 1 എക്സാം ഉണ്ടാവുക.
അപ്പം നമുക്ക് പഠിക്കാൻ വളരെ സമയം കുറവാണ്. നിങ്ങൾ ഇനി എത്രത്തോളം ലാഗ് ആക്കുന്നുണ്ടോ അത്രത്തോളം നമുക്ക് സമയം വീണ്ടും കുറയാണ് ചെയ്യുക. അപ്പോൾ നല്ല പോലെ നല്ലൊരു ഈ 6 മാസം അല്ലെങ്കിൽ നെക്സ്റ്റ് വരുന്ന ഈ ഏകദേശം 6 to 7 month നമുക്ക് സമയം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. ടൈമിൽ എത്രത്തോളം ലാഗ് ആവുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾക്കാണ് സമയം നിങ്ങൾ നഷ്ടം വരിക. അപ്പോൾ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട, ഒന്നും ടെൻഷൻ അടിക്കേണ്ട, കൂളായിട്ട് നല്ല ടെൻഷൻ അടിക്കാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് എന്ത് ചെയ്യാം, ഈ ഒരു ജെയ് എന്ത് ചെയ്യണം, ക്രാക്ക് ചെയ്യണം. ഓൾവേസ്